ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പൈസ ഇന്നലെ കിട്ടിയതിനുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി. അഷിക, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എന്റെ ഉമ്മനെയും ഉപ്പനെയും നിങ്ങൾ സ്വന്തം ഉമ്മനെയും ഉപ്പനെയും പോലെ കാണുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെലവാക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഹോസ്പിറ്റലിൽ ബില്ലായത് 5,000 റുപ്യ, പിന്നെ കാറിന് പെട്രോൾ അടിച്ചത് 1000 റുപ്യ ഉണ്ട്, പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചത് 800 റുപ്യൻ്റെ അടുത്തുണ്ട്, പിന്നെ ഫ്രൂട്ട്സും മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് 2000 റുപ്യൻ്റെ അടുത്ത് അയക്കുന്നുണ്ട്. എല്ലാം കൂടി എനിക്ക് ഒരു 8-10 റുപ്യ അയക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണക്ക് വെക്കുന്നത്? ഞാൻ തൽക്കാലം ഒരു 10ആയിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട്. 4000 റുപ്യ ഞാൻ കൊടുത്തോളാം, ബാക്കി 3000 വെച്ചിട്ട് ഞാൻ എൻ്റെ ആങ്ങളോടും പെങ്ങളോടും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറയണം കേട്ടോ. അയ്യേ, ഒരു 10,000 റുപ്യ ഓർക്ക് വേണ്ടി ചെലവാക്കിയതിനാണോ നിങ്ങൾ ഇങ്ങനെ കണക്ക് എഴുതിയിരിക്കുന്നത്? പൈസ ഒന്നും അധികം കൊടുത്തിട്ടുള്ള സ്നേഹം ഒന്നും ആരോടും വേണ്ട ഇപ്പൊ. വേണ്ട അഷിക, ഇത് നിങ്ങൾ രണ്ടാക്കി മൂന്നാക്കി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കട ഞാൻ വീട്ടിക്കോളും അധ്വാനിച്ചിട്ട്. സ്വന്തം ഉമ്മനെയും ഉപ്പനെയും നോക്കുന്നതിന് ഇങ്ങനെ കണക്ക് വെക്കാൻ പാടില്ല അഷിക. നാളെ നമ്മളെ മക്കൾ നമ്മളെ കണ്ടിട്ടാ വളരാ. അത് നിങ്ങൾ എപ്പോഴൊന്നും ആലോചിച്ചാൽ നല്ലതാ.